എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗൈനോളജി മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഫെബ്രുവരി മാസം 25 വരെയുള്ള കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കണ്ടു. അതെല്ലാം കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫെബ്രുവരി മാസത്തെ അവസാനത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരി 26 മുതൽ 28 വരെയുള്ള ചില പ്രധാന സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിന് വീണ്ടും ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചു. ഏത് പദവി? ബ്ലൂ ഫ്ലാഗ് പദവി. തുടർച്ചയായ 5ാം തവണയാണ് കാപ്പാട് ബീച്ചിന് ഇങ്ങനൊരു പദവി ലഭിക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു പദവിയാണ് ബ്ലൂ ഫ്ലാഗ്. അതായത് ബീച്ചുകൾക്കൊക്കെ നൽകുന്ന ഒരു പദവിയാണ്. അതായത് ശുദ്ധമായ ജലം, പരിസര ശുചിത്വം, സുരക്ഷ, പരിസ്ഥിതി പഠനങ്ങൾ തുടങ്ങി 33ഓളം ശുചിത്വ പരിചരണ മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഒരു പദവിയാണ് ബ്ലൂ ഫ്ലാഗ് പദവി എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചിരിക്കുന്ന ബീച്ചാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച്. ഓക്കെ, അടുത്തൊരു പോയിന്റ്, ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന നാഡീ സംബന്ധമായൊരവസ്ഥയാണ് ഗില്ലൻ-ബാരി സിൻഡ്രോം. അങ്ങനെ ഗില്ലൻ-ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. അപ്പോൾ ഏത് രോഗം? ഗില്ലൻ-ബാരി സിൻഡ്രോം. ഗില്ലൻ-ബാരി സിൻഡ്രോം ബാധിച്ച് ആദ്യത്തെ മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മൂവാറ്റുപുഴയിലാണ്. അതുപോലെ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് കെർലാപെൻഡ. ഛത്തീസ്ഗഡിലെ ഏത് ഗ്രാമം? കെർലാപെൻഡ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇന്ന് 75 വർഷങ്ങൾക്ക് പിന്നിടുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഏത് ഗ്രാമമാണ്? കെർലാപെൻഡ. അതുപോലെ മറ്റൊരു വാർത്ത, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വീണ്ടും 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ഫിൻലാൻഡാണ്. അപ്പോൾ തുടർച്ചയായി 7ാം തവണയാണ് ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് മാറിയത്. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്കിൽ ആരാണ് നിൽക്കുന്നത്? ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. 143 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ആ റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ്. അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന തുഹിൻ കാന്ത പാണ്ഡെയാണ്. ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഓക്കെ, അടുത്തത് നമ്മുടെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലൊരു ചില വനിതകളുടെ കൂട്ടായ്മ വിപണിയിലെത്തിക്കുന്ന ഒരു പേപ്പർ ബാഗ് സംരംഭത്തിൻ്റെ പേരാണ് ബെയിലി. എന്താണ് പേര്? ബെയിലി. അപ്പോൾ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ അവിടുന്ന് ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വനിതകളുടെ ഒരു കൂട്ടായ്മ വിപണിയിലെത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭമാണ് ബെയിലി. ഓക്കെ, അതുപോലെ നമ്മുടെ IT മേഖലയിലൊക്കെ ചോദിക്കാവുന്ന ഒരു പോയിന്റാണ്, ആമസോൺ പുറത്തിറക്കിയ 2025 ഫെബ്രുവരി മാസത്തിൽ ആമസോൺ പുറത്തിറക്കിയ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിന്റെ പേരാണ് ഓസലോട്ട്. ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഏത്? ഓസലോട്ട്. അപ്പോൾ ആമസോൺ പുറത്തിറക്കിയതാണ് ഓസലോട്ട് എന്ന് പറയുന്ന ആ കമ്പ്യൂട്ടിംഗ് ചിപ്പ്. ഓക്കെ, അടുത്ത ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു വാർത്ത, പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയായിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ആദ്യത്തെ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയായിരിക്കുന്നത് എവിടെയാണ്? സൗദി അറേബ്യയാണ്. അതുപോലെ ഫെബ്രുവരി 28 ഒരു പ്രധാന പ്രത്യേകതയാണ് ദേശീയ ശാസ്ത്ര ദിനം. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം ദേശീയ ശാസ്ത്ര ദിനം. നമ്മുടെ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനായ CV രാമൻ, അദ്ദേഹം രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28 എന്താ ആചരിക്കുന്നത്? ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 28 പ്രത്യേകത എന്താണ്? ശാസ്ത്ര ദിനം. അപ്പോൾ ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്തിൻ്റെ കണ്ടെത്തൽ ഓർമ്മയ്ക്കായിട്ടാ? രാമൻ എഫക്റ്റ്, അല്ലെ? രാമൻ പ്രഭാവം CV രാമൻ കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. എന്താ രാമൻ എഫക്റ്റ്? ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. 1928 അദ്ദേഹം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന് 1930 ഇതിന് നോബൽ സമ്മാനത്തിന് അർഹനായത്.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫെബ്രുവരി അവസാനത്തെ 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സായിട്ട് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, വളരെ കുറച്ചേ ഉള്ളൂ. ഫെബ്രുവരി മാസത്തെ ഇതോടുകൂടി എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നമ്മുടെ മാർച്ച് 2-ാമത്തെ ശനിയാഴ്ച, മൂന്നാമത്തെ ശനിയാഴ്ച നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ലിങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും നമ്മൾ പൂർത്തിയായി കഴിയുമ്പോൾ ആ മാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഗെയിൻ നോളജ് മിഷൻ കോഴ്സിലുള്ളവർക്ക് അതിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും. അല്ലാത്തവർക്ക് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വരുന്ന 16-ാം തീയതി, മാർച്ച് 16-ാം തീയതി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിൽ കയറിയിട്ട് ഈ 28 ദിവസത്തെയും കറണ്ട് അഫയേഴ്സുകൾ കണ്ട ശേഷം ആ മോക്ക് ടെസ്റ്റ് കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ ഓരോ പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകുന്നത്. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോക്ക് ടെസ്റ്റും കൂടെ അതിനോടൊപ്പം അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തോടു കൂടി നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒന്ന് തൽക്കാലം ഒരു ഡിലേ ആക്കുകയാണ്. കാരണം മെയ് മാസം മുതൽ പരീക്ഷകൾ തുടങ്ങുകയാണ് അല്ലേ. സിവിൽ എക്സൈസ് ഓഫീസർ 17-ാം തീയതിയും സെക്രട്ടറി അസിസ്റ്റന്റ് 24-ാം തീയതിയും വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ 2024 കറണ്ട് അഫയേഴ്സ് നവംബർ മുതലുള്ള നമ്മുടെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജനുവരി മുതലുള്ള ബാക്കി മാസങ്ങളിലെയും കൂടെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്കായിട്ട് ലഭ്യമാക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് 2023-24 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നവംബർ മുതലുള്ള ഫെബ്രുവരി മുതലുള്ളതാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ അതാത് പ്ലേലിസ്റ്റുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സിൽ അറിയാമല്ലോ 10 മാർക്ക് വരെയൊക്കെ പല പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ചില പ്രിലിമിനറി പരീക്ഷയ്ക്കാണ് ചിലപ്പോൾ 20 മാർക്ക് വരെയൊക്കെ കറണ്ട് അഫയേഴ്സ് കയറി ചോദിക്കും. ഓക്കെ, അപ്പോൾ 1 മാർക്ക് പോലും നമുക്ക് നഷ്ടമാകാതിരിക്കാൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് തയ്യാറെടുത്ത് പോകാൻ പറ്റും. അപ്പോൾ എല്ലാ വിഷയവും സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് വെറുതെ വലിച്ചുവാരി ആനുകാലിക സംഭവങ്ങൾ തരുന്നതല്ല, സിലബസുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാം ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ ഇതിലൂടെ തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് നോക്കി അറിയാം, 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാത്തിലും ഒരു കൂടി വന്ന 10-12 പോയിന്റ് വെച്ചാൽ ആവശ്യമുള്ളത് മാത്രമേ നമ്മളതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം നടന്ന LDC പരീക്ഷയിലൊക്കെ നമുക്ക് 8 മാർക്ക് വരെയൊക്കെ 10-ൽ 8 മാർക്ക് വരെയൊക്കെ കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റിയത് നമ്മൾ ഈ ഒരു രീതിയിൽ സോർട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി, ഒരുപാട് കണ്ട് സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിൻ്റെ ലിങ്ക് വഴി കയറി കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് കളയാൻ സമയമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു മാസത്തേക്ക് ആകെ 25 രൂപ മാത്രമേ ആ ബുക്കിലേക്ക് ചിലവ് വരുള്ളൂ. ഓക്കെ, ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇത്തവണ മെയ് 17-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസറിനുള്ള 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മൾ മാർച്ച് 17-ാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് അതിൻ്റെ ക്ലാസ് വരിക. ഓക്കെ, അപ്പോൾ പരിചയസമ്പന്നരായ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. പിന്നെ ഒറ്റ പരീക്ഷ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, റാങ്ക് നിർണ്ണയിക്കുന്നത് കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്കും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് തന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യും. കാരണം ബാക്കി വിഷയങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ കോഴ്സ് ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മൾ എല്ലാ വിഷയങ്ങളും അടിസ്ഥാന വിവരങ്ങൾ മുതലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുകൂടാതെ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കൂടെ അവസരം തരികയാണ്. അപ്പോൾ ആരെങ്കിലും ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അതായത് തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കൂടെ പഠിക്കുക. അത് കഴിഞ്ഞ് ഏപ്രിൽ 7-ാം തീയതി മുതലായിരിക്കും CPO WCPOയ്ക്കുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ ആദ്യം വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ആയതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആയിരിക്കും ആദ്യം നടക്കും. ഓക്കെ, തീർച്ചയായിട്ടും മാർച്ച് 17 മുതൽ നിങ്ങൾക്ക് 2 മാസം അവിടെ കിട്ടുന്നുണ്ട്, മെയ് 17 വരെ. ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് 1 മാസം മതി ആ സ്പെഷ്യൽ ടോപ്പിക്ക് അത്രയും പഠിച്ചെടുക്കാം. ദിവസവും 1 മണിക്കൂർ മുതൽ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. രാവിലെ 6 മണി മുതൽ 7 മണി അല്ലെങ്കിൽ മാക്സിമം 7:30 വരെയുള്ള ക്ലാസ്. അപ്പോൾ ഓരോ ദിവസവും വളരെ കുറച്ചായിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകാം. തീർച്ചയായിട്ടും 20 മാർക്കിൽ 18 മാർക്ക് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്